അങ്ങനെ നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ. ഇപ്രാവശ്യം നോമ്പിന് എനിക്ക് കുറച്ചൊരു എക്സൈറ്റ്മെൻറ്റും പിന്നെ കുറച്ച് സങ്കടവും ഉണ്ട് കേട്ടോ. സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എസൈസാനും ആദ്യമായിട്ടാണ് നോമ്പ് പിടിക്കുന്നത്. അപ്പം ഓരോ നോമ്പ് പിടിക്കുന്നതും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതും പിന്നെ സങ്കടം നാട്ടിലെ നോമ്പ് തുറയും അങ്ങനെയൊക്കെ ആലോചിക്കുമ്പം ചെറുതായിട്ടൊരു സങ്കടം. എന്തായാലും കുഴപ്പമില്ല. അപ്പം ഇന്നിപ്പം സ്നാക്സ് ഇപ്പം എന്താ ഉണ്ടാക്കാമെന്ന് എനിക്ക് കുറച്ചൊരു കൺഫ്യൂഷനാണ്. കാരണം ഇസാൻ അങ്ങനെ ഇങ്ങനെ ഒരുവിധം സ്നാക്സ് ഒന്നും കഴിക്കില്ല. അപ്പോൾ ഓൻ്റെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്തുണ്ടാക്കും എന്ന് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ആൾക്ക് ചിക്കൻ പപ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ചിക്കൻ പപ്സ് ഉണ്ടാക്കുക, പിന്നെ കുറച്ച് സമൂസ, പിന്നെ അവൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് പഴംപൊരി, ഇത്രയും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. എല്ലാം കുറേശ്ശെ ഉണ്ടാക്കുന്നേ. പിന്നെ ഇവർ എന്താ കഴിക്കുമോ നോമ്പ് തുറന്നാൽ എങ്ങനെ എന്താ ഒന്നും അറിയില്ലല്ലോ, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ പിന്നെ ഞാൻ സ്നാക്സൊക്കെ ഉണ്ടാക്കി. പിന്നെ ഓർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ കിച്ചണിൽ വന്നിട്ട് ഓരോന്ന് ചെയ്യുന്നത് കാണാനും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ബാങ്ക് കൊടുക്കാനായോ മരുപ്പ് കൊടുത്തോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടേനും. അതൊഴിച്ച് വേറെ കുഴപ്പമൊന്നും. പിന്നെ എൻ്റെ മെയിൻ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്നതിന് മുന്നേ തന്നെ കിച്ചൺ മൊത്തം ക്ലീൻ ചെയ്യണം, പാത്രങ്ങൾ മൊത്തം കഴുകി സെറ്റാക്കി വെക്കണം. കാരണം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ മടിയാവും. അപ്പം അതിന് മുന്നേ എല്ലാം ക്ലീനാക്കി സെറ്റാക്കി വെക്കണം. അങ്ങനെ ടേബിൾ മേലെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ ഫസ്റ്റത്തെ നോമ്പ് അങ്ങനെ റാഹത്തായിട്ട് തുറന്നു.